കേരള വിഷൻ കേബിൾ ടിവി നെറ്റ്വർക്കിന് കീഴിലെ സംരംഭകരുടെ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ലുലു ഇന്റർനാഷണൽ സെന്ററിൽ കൺവെൻഷൻ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമത് എത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കേരള വിഷന്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായിട്ടുള്ള 1500ഓളം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ബെന്നി ബെഹനാൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ 7ാം സ്ഥാനം. നിങ്ങൾക്ക് മുകളിലുള്ളത് ജിയോ പോലെയുള്ളവരാണ്, അവർ സിമ്മും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതെല്ലാം മാറ്റിയാൽ നിങ്ങളുടെ സ്ഥാനം കുറച്ചുകൂടി മുന്നിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MP ഉറപ്പു നൽകി. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമായ കീയുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. 35 വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയത്തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ട് പോകുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. രാജ്യത്തിന്റെ 3.5% മാത്രം വരുന്ന 3.5 കോടി മാത്രം വരുന്ന ജനസംഖ്യയുള്ള കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ ആഗോള കുത്തകകളോട്, രാജ്യത്തേത് മാത്രമല്ല രാജ്യത്തിന്റെ അകത്തെയും പുറത്തെയും സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയിലെയും വൻകിട കുത്തക കമ്പനികളോട് നേർക്കുനേർ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഇസാഫ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ പോൾ തോമസ് സംരംഭകർ നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. കേബിൾ, ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവിടങ്ങളിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണവും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്തു. സംരംഭകർക്കായിട്ടുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും പരിപാടിയുടെ ഭാഗമായിരുന്നു. മേയർ MK വർഗീസ് മുഖ്യാതിഥിയായി. കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ K ഗോവിന്ദൻ, കേരള വിഷൻ ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, CCL ചെയർമാൻ സകിലൻ പത്മനാഭൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ഇൻഫോമീഡിയ MD KV രാജൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.